ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ പുതിയ ചാനലാണ് റെസിപ്പീസ് ബൈ ഹസീന എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടൊമാറ്റോ റൈസ്, കർണാടക സ്റ്റൈലിലുള്ള ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കർണാടകയിൽ യൂസ് ചെയ്യുന്ന BT റൈസ് എന്ന് പറയുന്ന ഒരു അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ടൈഗർ പോലുള്ള അരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈഗറൊക്കെ എടുക്കാം. ഇനി ഞാനിതിപ്പോൾ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഒരു സവോള ഒന്ന് വഴന്നു വരുന്നത് വരെ ആ വെള്ളത്തിൽ അങ്ങ് കിടന്നോട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു സ്പൂണ്, ഒരു 1.25 സ്പൂണോളം കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പെരുംജീരകമാണ്, വലിയ ജീരകം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 2 വറ്റൽ മുളക് പീസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ റൈസ് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഏലക്കായ, പട്ട, ഗ്രാമ്പൂ അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അതല്ലാതെ സിമ്പിളായിട്ട് സാധാ തക്കാളിയുടെ ടേസ്റ്റിൽ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്. അല്ലാതെ പല വെറൈറ്റി രീതികളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നല്ലൊരു തക്കാളി ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു 3 സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സവോളയാണ് 3 എടുത്തിട്ടുള്ളത്. വലിയതൊക്കെ ആണെങ്കിൽ ഒരു 2 മതിയാവും. ഇനി സവോള നല്ല രീതിയിൽ തന്നെ വഴന്നു വരണം. എൻ്റെ ചാനൽ പുതിയതായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഈ ഒരു ചാനലിൽ നിന്ന് വേണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളി 5 എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 3 പച്ചമുളക് നടുവ് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ ഒരു ടേസ്റ്റാണ് ഈ ഒരു ചോറിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ തക്കാളി നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5 വലിയ തക്കാളി എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി കുറഞ്ഞാൽ ടേസ്റ്റ് കുറയും കേട്ടോ. ഇനി ഈ തക്കാളി നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് വരണം. അതുവരെ നമുക്ക് മൂടി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ എടുത്ത കുക്കറിൻ്റെ മൂടി ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് പകുതി വെന്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ മുഴുവനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർന്ന പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എനിക്കിതിനു മുമ്പേ ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 2000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. 1945 സബ്സ്ക്രൈബേഴ്സ് അതിലുണ്ട്. പിന്നെ വേണ്ടത് മണിക്കൂറാണ്. 3000 മണിക്കൂറാണ് ഇപ്പോൾ അതിൽ കാണിക്കുന്നുള്ളത്. അതിൽ എനിക്ക് 2000 സംതിങ് മണിക്കൂറായിട്ടുണ്ട് ഓൾറെഡി. ഇനി ഒരു 700 മണിക്കൂറാണ് എനിക്കതിൽ വേണ്ടിയിരുന്നത്. ബാക്കി അത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എൻ്റെ ചാനലിന് എന്തോ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ തക്കാളി നല്ല വെന്ത് വന്നതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും 3 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെടുത്ത അരിയുടെ ഇരട്ടി വെള്ളം, ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്, 6 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ചാനലിൻ്റെ കാര്യം, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു 2-3 വീഡിയോയിലേക്ക്. പിന്നെ അതല്ലാതെ ഞാൻ എൻ്റെയിലുള്ള കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ചാനൽ പോയിട്ടില്ല. പക്ഷേ വീഡിയോസ് ഒന്നും കൂടുതൽ വ്യൂസ് കിട്ടാതെ എല്ലാവരിലേക്ക് എത്താതെ കിടക്കുകയാണ്. എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നവർക്ക് മാത്രമേ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണാൻ പറ്റുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വ്യൂസേ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് നല്ല വ്യൂസ് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് അത്രയും മണിക്കൂറൊക്കെ ആയത്. അപ്പോൾ എനിക്കതൊരു വലിയ സങ്കടമായി. ഞാൻ ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് ആ ചാനൽ അങ്ങനെ ആക്കിയെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോ, നമ്മൾ സ്ത്രീകളാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ ഞാനത് നിർത്തി പോയിട്ടുണ്ടായിരുന്നു. മോളെ പ്രസവ സമയം, പ്രഗ്നൻസി സമയം, ആ ഒരു ടൈമിലൊക്കെ ഞാൻ കൂടുതലും വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ആ ചാനലിൽ ഇപ്പോൾ വ്യൂസ് ഇല്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പം എല്ലാവരും തന്നെ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതിലേക്ക് ഏറ്റവും അവസാനം കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം.
എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. മല്ലിയിലയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 2 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ ഓയിലൊക്കെ ചേർത്തിട്ട് ഓയിലിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യ് മതി. ഓയിലിൻ്റെ അംശം അങ്ങനെ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ നെയ്യൊക്കെ ചേർക്കാം. ഇനി എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2 വിസിലാണ് ഞാൻ ആക്കിയെടുക്കുന്നുള്ളത്. ഫുൾ ഫ്ലെയിമിൽ വെക്കുന്നില്ല. റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അടിയിൽ പിടിച്ചു പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചത് മീഡിയം ഫ്ലെയിമിലാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലാക്കി എടുത്തു. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ടൈഗർ പോലുള്ള ആ ഒരു ടൈപ്പ് അരി തന്നെയാണ്. ടേസ്റ്റും ഏകദേശം അതേ ഒരു ടേസ്റ്റാണ്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ റൈസാണ്. കർണാടകയിലൊക്കെ കൂടുതലായിട്ടും രാവിലെ ഇതേപോലെ റൈസസ് ആണ് കൂടുതലുണ്ടാവുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടി ചെയ്യണേ. നിങ്ങളിടുന്ന ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ എൻ്റെ ചാനൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾ കഴിയുന്നെങ്കിൽ കാണുന്നത്ര പേരും ഒരു ഹായ് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഞാൻ റീപ്ലൈ തരും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.